നമസ്കാരം. ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്രിസ്മസ് ആവാറായി. ക്രിസ്മസിന് കൂടുതലായിട്ട് ബീഫും ചിക്കനാണ് തയ്യാറാക്കുന്നത് അല്ലേ. എന്നാൽ ചിക്കനും ബീഫൊന്നും കഴിക്കാത്തവർക്കൊരു മീൻകറി ആയാലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻകറിയാണ്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് പൂമീനാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ഏത് ദേശക്കെട്ടുള്ള മീനും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കാം. ആദ്യം തന്നെ പുളിക്ക് ആവശ്യമുള്ള കുടംപുളി ഇതുപോലെ കുറച്ച് വെള്ളത്തിയിട്ട് വയ്ക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇന്നത്തെ മീൻകറി ഒരു സ്പെഷ്യലാണ്. അതായത് തേങ്ങാപ്പാലിലാണ് മീൻകറി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2ാം പാലും 1ാം പാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് 2ാം പാലും 1/4 കപ്പ് 1ാം പാലുമാണ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് 5 ചെറിയ ഉള്ളി, 5ഓ 6ഓ ചെറിയ ഉള്ളി എടുക്കാം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കരിവേപ്പില, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഈ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഒന്നുകിൽ ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതിനെക്കാട്ടിലും ഇതുപോലെ ചതച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. ഇനി അടുത്തായിട്ടൊരു ബൗളിലോട്ട് 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തെടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് അത്യാവശ്യം നല്ലൊരു എരിവും കളറും കിട്ടും. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് മുളക് പൊടി എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ചിലപ്പോൾ മുളക് പൊടി മൂത്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം എണ്ണയിൽ വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒട്ടും മൂത്ത് പോവില്ല. ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് മീൻകറി തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ, ഞാനിപ്പോൾ കുറച്ച് കടുകും കൂടി ചേർക്കുന്നുണ്ട്. ഒന്നുകിൽ ഇതേ രീതിയിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കറിയൊക്കെ റെഡിയായതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കടുകും വറ്റൽമുളകും കൂടി ഒന്ന് താളിച്ചും കൂടി ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മീൻകറി പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു രീതി എന്ന് പറയുന്നത് കൊച്ചി, അതുപോലെ തന്നെ തൃശ്ശൂർ ഏരിയയൊക്കെ ഉണ്ടല്ലോ, അവിടങ്ങളിലൊക്കെ കൂടുതലായിട്ട് തയ്യാറാക്കുന്നതാണ് ഇതുപോലെ തേങ്ങാപ്പാൽ വെച്ചിട്ട് തയ്യാറാക്കുന്ന മീൻകറി. കടുകും ഉലുവയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ചേർത്തെടുക്കാം. ഇനി ഇതൊരു 3 മുതൽ 4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മീൻകറി തയ്യാറാക്കുമ്പോൾ ഒരിക്കലും ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മീൻകറി ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് നമ്മൾ ചേർത്തേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. മഞ്ഞപ്പൊടി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി പേസ്റ്റ് ഇല്ലേ, അത് ചേർത്തെടുക്കാം. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുളക് പൊടി പെട്ടെന്ന് മൂത്ത് പോവില്ല. മുളക് പൊടി മൂത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കുറച്ച് വെള്ളം ഒഴിച്ച് ബൗൾ കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു 3 മുതൽ 4 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഈ മുളക് പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യില്ല. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മീൻ കറിക്ക് ഒരു മുളക് പൊടിയുടെ പച്ച ചുവ ഉണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ടാണ് കുറഞ്ഞതൊരു 3 മുതൽ 4 മിനിറ്റെങ്കിലും ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവ് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഉലുവപ്പൊടി ചേർക്കാനായിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുടംപുളി ചേർക്കുമ്പോൾ പുളി എത്രത്തോളം ആവശ്യമാണോ അതനുസരിച്ചാണ് കുടംപുളി ചേർക്കാനായിട്ടുള്ളത്. കുടംപുളി ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് മസാലകളും പുളിയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. പുളിവെള്ളം കൊണ്ട് ചേർത്തതിന് ശേഷം ഗ്രേവി ഉണ്ടോ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം പാല് അറൗണ്ട് ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. 2ാം പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. 2ാം പാല് ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ മീൻ ചേർക്കുമ്പോൾ മീനിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം 2ാം പാല് ചേർക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് 2ാം പാല് ചേർക്കുക.
ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് വെക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ തേങ്ങാപ്പാലിന് ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് അത്രയ്ക്ക് സ്പൈസി ആവില്ല. അതുകൊണ്ട് എരിവ് എത്രത്തോളം വേണം അതനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിൽ തയ്യാറാക്കുന്ന മീൻ കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും പ്രത്യേക ഒരു സ്വാദാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ലിഡ് വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. ലിഡ് അടയ്ക്കുമ്പോൾ ഇതുപോലെയാണ് അടയ്ക്കേണ്ടത്. ഫുള്ളായിട്ട് അടയ്ക്കില്ല, ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ രണ്ടാം പാൽ ചേർത്തതിന് ശേഷം കറി നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടും തിളപ്പിച്ചെടുക്കണം. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ദശക്കട്ടിയുള്ള ഏത് മീനും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കാം. ഈ ഗ്രേവി മീനിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയം സ്പൂൺ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ മീനൊന്ന് കുക്കായി തുടങ്ങിക്കഴിഞ്ഞാൽ സ്പൂൺ ഇടില്ല കേട്ടോ. എന്നാലും മീനിൻ്റെ പീസസ് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ലിഡ് അടയ്ക്കുമ്പോൾ ഇതുപോലെയാണ് അടയ്ക്കേണ്ടത്, ഫുള്ളായിട്ട് അടയ്ക്കല്ലേ. അങ്ങനെ മീൻ വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുടംപുളിയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ഇനി സ്പൂൺ ഇടല്ലേ. സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. ഈ സമയം ഉപ്പും പുളിയൊക്കെ നോക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്നാം പാൽ ചേർക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇനി തിളപ്പിക്കില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ചേർക്കുക. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം പാകത്തിനാണ്. ഇനി ഫ്ലെയിം തീരെ സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഒന്നാം പാലാണ് ചേർക്കുന്നത്. കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല, ചെറുതായിട്ട് ചൂടാവാനേ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ 1 മിനിറ്റ് ചെറുതായിട്ട് ചൂടായതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ലാസ്റ്റ് താളിച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ താളിച്ച് ചേർക്കുന്നില്ല, കാരണം ആദ്യമേ തന്നെ കടുകും വറ്റൽമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കാം. ലിഡ് വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഇങ്ങനെയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം മാത്രമേ സെർവ് ചെയ്യാവൂ. എന്നാലും മാത്രമേ ആ മീൻ കറിക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. കറി തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. കാണുന്നുണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇത് ചോറ്, ചപ്പാത്തി, പുട്ട്, അപ്പം ഏതിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കിയ മീൻകറി അടിപൊളി കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല മീൻകറിയാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.